ആർട്ട് ഫോം ഉണ്ടായിത്തീരുന്നെങ്ങനെ വെച്ചാൽ തുടങ്ങിയ കാലം രാമനാട്ടം. ആ രാമനാട്ടത്തിന് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ രണ്ട് സമ്പ്രദായം ഉണ്ടായി. കല്ലടിക്കോടൻ സമ്പ്രദായം, കപ്പിളിങ്ങാടൻ സമ്പ്രദായം. കപ്പിളിങ്ങാടൻ സമ്പ്രദായം വെച്ചാൽ കപ്പിളിങ്ങാട് നമ്പൂരി ഉണ്ടാക്കിയ സംഭവം, അത് ഭാവപ്രധാനമായിട്ടുള്ളതാണ്. കല്ലടിക്കോടക്കാൻ സമ്പ്രദായം അഭ്യാസപ്രധാനമാണ്, ഭാവത്തിനേക്കാൾ കൂടുതൽ അഭ്യാസം. വടക്കൻ മലബാറിലാണ് ഈ കല്ലടിക്കോടൻ സമ്പ്രദായം ധാരാളം ഉണ്ടായത്. അഭ്യാസ ഭയങ്കര, അത് കളരിപ്പയറ്റുള്ള ആൾക്കാരാണ് കൂടുതൽ, അവർക്കൊക്കെ കളരി അറിയാം. അങ്ങനെയല്ല സ്വതവേ കഥകളി കലാകാരന്മാർ പൊതുവെ ശരിക്കും പറയാച്ചാൽ ഈ കളരിപ്പയറ്റ് ഭടന്മാരായിരുന്നു എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഈ ഭടന്മാരെച്ചാൽ യുദ്ധത്തിന് ചെയ്യുക. അപ്പൊ ആ അഭ്യാസമൊക്കെ ഉണ്ടാവും. അതിൽ അവരാണ് ഈ കലാകാരന്മാരായി തീരുന്നതെന്ന് പറയാം. കല്ലടിക്കോടൻ സമ്പ്രദായം, കപ്പിളിങ്ങാടൻ സമ്പ്രദായം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതിൽ രണ്ട് വശവും ഉണ്ട്. ഒന്ന് അഭ്യാസപ്രധാനം, ഒന്ന് അഭിനയപ്രധാനം, കൂടിയാട്ടത്തിനോട് സമാനത. മറ്റൊന്ന് കൃഷ്ണാട്ടനോട് നൃത്തത്തിന്. ഇതിന്ന് രണ്ടിനും ഉണ്ടായിത്തീർന്ന ഒരു സമ്പ്രദായമാണ് കല്ലുവഴി സമ്പ്രദായം. അത് കല്ലുവഴി ഇട്ടിരാരിശം എന്നാണ് അതിൻ്റെ ഈ സമ്പ്രദായം തുടങ്ങാൻ കാലം. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പട്ടിക്കാന്തൊടി രാവണ്യമന്നാശാണ് കല്ലൂരി സമ്പ്രദായം ഇന്ന് കാണുന്ന അതിൻ്റെ ആ ഭംഗി ഉണ്ടാക്കി തീർക്കാൻ ഒരു പുരുഷായുസ് മുഴുവൻ എത്തിച്ച ആചാര്യൻ. അങ്ങനെ കല്ലൂരി സമ്പ്രദായം ഉണ്ടായി. അപ്പൊ ഈ കല്ലൂരി സമ്പ്രദായത്തിൽ കൂടെ ആകുമ്പോഴേക്കും കലാമണ്ഡലം തുടങ്ങിയത് കല്ലൂരി സമ്പ്രദായത്താണ്. കപ്പിളിങ്ങാട് സമ്പ്രദായം തെക്കൻ ഭാഗത്തായിരുന്നു. അത് പല വ്യത്യസ്തമായ തരത്തിലുള്ള കപ്പിളിങ്ങാട് തെക്കൻ സമ്പ്രദായത്തിൽ അങ്ങനെയും വളർന്നു വന്നു. കല്ലടിക്കോടൻ സമ്പ്രദായം ആ ഭാഗത്ത് കഥകളി ഇല്ലാണ്ടായി തീർന്നപ്പോൾ നിശേഷം നശിച്ചു. പൂർവ്വം ഒന്നോ രണ്ടോ ആളാണ് ഇപ്പോഴും. പക്ഷെ കപ്പിളിങ്ങാട് സമ്പ്രദായം ഒക്കെ തെക്കൻ സമ്പ്രദായം എന്നുള്ളതൊക്കെ തിരുവിതാംകൂർ ഭാഗത്ത് ധാരാളം കഥകളിയും അങ്ങനെ അത് നശിച്ചു പോവാണ്ട് നിന്നു. കലാമണ്ഡലം സ്ഥാപിച്ചോട് കൂടിയിട്ട് കല്ലൂരി സമ്പ്രദായത്തിന് ഭയങ്കര പ്രശസ്തിയും അനവധി ശിഷ്യരും ഗുരു ഗോപിനാഥ, കൃഷ്ണൻ നായർ, ആ തലമുറ കുഞ്ചിനാരാശൻ, രാമകുട്ടേശൻ, പത്മനാഭൻ നാശ, അങ്ങനെ അവരുടെ ഇങ്ങനെ പറഞ്ഞു അവർ ശിഷ്യരായിട്ട് കലാമണ്ഡലം വളർന്നു. അങ്ങനെയാണ് ഈ മൂന്ന് സമ്പ്രദായം വന്നിരിക്കുന്നത്. കല്ലടിക്കോടൻ, കപ്പിളിങ്ങാടൻ, അതിൽ നിന്നും മധ്യത്തിൽ കല്ലുവഴി സമ്പ്രദായം. ഇപ്പോ അത് പോയിട്ട് കലാമണ്ഡലം സമ്പ്രദായം എന്നുള്ളൊരു അതിലേക്ക് എത്തി വരുന്നുണ്ട്. മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. കാലത്തിൻ്റെ അനുസരിച്ചുള്ള മാറ്റം ഈ കഥകളിക്ക് ധാരാളം വന്നിട്ടുണ്ട്.